സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ആൾക്ഷാമം ഉണ്ടാകുന്നത് മൂലം മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്നതാണ് ആ ഞെട്ടിക്കുന്ന വാർത്ത. പഠനശാലകളിൽ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം അവരെ ചെറുപ്പത്തിലെ തന്നെ പോരാളികളാക്കാൻ ഒരുങ്ങുകയാണ്. പരിശീലനം നൽകി 1 വർഷത്തിനുള്ളിൽ ഇവരെ സൈന്യത്തിൽ ചേർക്കും. ഗാസയിൽ ഹമാസിനെതിരെ പോരാടാൻ യശിവ മതപഠനശാലകളിലെ വിദ്യാർത്ഥികളെ ഇസ്രായേൽ അധിനിവേശ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈന്യത്തിലെ ആൾക്ഷാമമാണ് തീരുമാനത്തിന് പിന്നിൽ. പരിശീലനം നൽകി 1 വർഷത്തിനുള്ളിൽ ഇവരെ സൈന്യത്തിൽ ചേർക്കും. മതപാഠശാലയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകും. പദ്ധതി പ്രകാരം അടുത്ത മാസം ആദ്യം മുതൽ പ്രാരംഭ പരിശീലനം തുടങ്ങും. 3.5 ആഴ്ച നീളുന്നതാണ് പരിശീലനം. ഈ കാലയളവിൽ അവധി പോലും ലഭിക്കില്ല. പ്രാരംഭ പരിശീലനം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ വിദ്യാർത്ഥികളുടെ മതപഠന കേന്ദ്രത്തിൽ മാസത്തിലൊരിക്കൽ 2 പരിശീലന സെക്ഷനുകൾ സംഘടിപ്പിക്കും. അതിനുശേഷം അവർ സൈന്യത്തിനോടൊപ്പം ചേരും. ഇത്തരത്തിൽ 1400 പേരെയാണ് സൈന്യത്തിൽ ചേർക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഒക്ടോബർ 7 ശേഷം കനത്ത തിരിച്ചടിയാണ് ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ ഭാഗത്തുനിന്ന് നേരിടുന്നത്. നിരവധി സൈനികർ മരിക്കുകയും 1000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വനിതാ സൈനികർ പലസ്തീൻ അതിർത്തിയിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് പോകാനുള്ള നിർദ്ദേശം നിരസിക്കുകയാണെന്ന റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ വിമുഖത കാണിക്കുന്നവരെ ഇസ്രായേൽ ജയിലിലടയ്ക്കുകയാണെന്നും റിപ്പോർട്ടിലുണ്ട്. ഒക്ടോബർ 7 വിവിധ മിലിറ്ററി പോസ്റ്റുകളിൽ സേവനം ചെയ്യുകയായിരുന്നു നിരവധി സൈനികർ കൊല്ലപ്പെടുകയും മറ്റുള്ളവരെ ഹമാസ് ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. 15 വനിതാ സൈനികരാണ് അന്ന് കൊല്ലപ്പെട്ടത്. 6 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതോടെയാണ് ഇവർ യുദ്ധമുഖത്തേക്ക് പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചത്. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ബന്ദികളാക്കി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളിൽ ഗർഭിണികളായവർക്ക് അബോർഷന്റെ കാര്യത്തിൽ സ്വയം തീരുമാനമെടുക്കാമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇതിനുള്ള പദ്ധതികൾ ഇസ്രായേൽ അധികൃതർ തയ്യാറാക്കി തുടങ്ങിയെന്നും പ്രാദേശിക വാർത്താ മാധ്യമമായ വാല റിപ്പോർട്ട് ചെയ്തു. 130-ൽ പരം ഇസ്രായേലികളെയാണ് 4 മാസത്തോളമായി ഹമാസ് ബന്ദിയാക്കി വച്ചിരിക്കുന്നത്. അതിൽ യുവതികളും കൗമാരക്കാരായ പെൺകുട്ടികളും ഉൾപ്പെടെയുണ്ട്. അവരിൽ ചിലർ ബലാത്സംഗത്തിനിരയായതായി പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലൈംഗിക അതിക്രമത്തിനിരയായി നിലവിൽ ഗർഭാവസ്ഥയിൽ കഴിയുന്ന ഇസ്രായേലി ബന്ദികളെ തിരികെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിനെക്കുറിച്ച് രാജ്യത്തുടനീളമുള്ള ആശുപത്രികളിലും ഗൈനക്കോളജിസ്റ്റുമാരിലും ഇടയിലും ചർച്ച നടക്കുകയാണ്. ഗർഭഛിദ്രത്തിനുള്ള അഭ്യർത്ഥന സാധാരണഗതിയിൽ പരിഗണിക്കുന്നത് ഒരു സമിതിയാണ്. എന്നാൽ ഇതിൽ ഇളവ് വരുത്തുന്നതിന് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നതായി ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഹമാസ് വിട്ടയച്ച ഇസ്രായേലി പൗരന്മാരും സ്ത്രീകളും പുരുഷന്മാരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തതായി അസോസിയേറ്റ് പ്രസ് കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തിരുന്നു. കടുത്ത ലൈംഗിക അതിക്രമങ്ങൾ നടന്നതായി റിപ്പോർട്ടിൽ വ്യക്തമാണ്. ഹമാസിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 110 ബന്ദികളിൽ കുറഞ്ഞത് 10 പുരുഷന്മാരും സ്ത്രീകളും ലൈംഗികമായി ആക്രമിക്കപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്ന് അവരെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. ഹമാസ് ബന്ദികളാക്കിയ സ്ത്രീകളെ അനുചിതമായ വസ്ത്രങ്ങളോടെ താൻ കണ്ടതായി ഹമാസിന്റെ മുൻ തടവുകാരിയായ അവീവ സീഗൽ അടുത്തിടെ ഇസ്രായേൽ അധികൃതരോട് വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം വെടിനിർത്തലിനുള്ള ഉത്തരവ് നിലനിൽക്കുന്നത് കോടതി അവസാനിപ്പിക്കുകയും ചെയ്തു. വംശഹത്യ ആരോപണങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് കോടതി നിലവിൽ ഉത്തരവൊന്നും പുറപ്പെടുവിച്ചിട്ടില്ല. അത്തരമൊരു തീരുമാനത്തിലെത്താൻ വർഷങ്ങളെടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഒക്ടോബർ 7 ഇസ്രായേലിലെ ഹമാസ് ആക്രമണം പരാമർശിച്ചാണ് അന്താരാഷ്ട്ര കോടതിയുടെ പ്രസിഡന്റായ ജഡ്ജി ജോൺ ഡൊണാഗ് വിധി പ്രഖ്യാപിച്ചത്. കേസിൽ ഉത്തരവിടാൻ അധികാരമുണ്ടെന്ന് പറഞ്ഞ കോടതി ഗാസ മുൻപിലെ വംശഹത്യ തടയണമെന്നും അതിനെ പ്രേരിപ്പിച്ചവരെ ശിക്ഷിക്കണമെന്നും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഗാസയിലെ വംശഹത്യ തടയാൻ ഇസ്രായേൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.